മടി പിടിച്ചിട്ട് അറ്റൻഡൻസിന് വേണ്ടി മാത്രമായിട്ട് കോളേജിൽ പോകണമെന്ന് നിങ്ങൾ കാണും. സെമ്മിന്റെ തുടക്കാരനല്ലേ നമ്മളെ ലീവ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് 2 അവർ മാസം ക്ലാസ് എടുത്ത കുറെ കലാകാരന്മാരാണ് വരും. അങ്ങനത്തെ ഒരു കലയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കണമായിരുന്നു. എന്തിന് സ്നാപ്പ് എടുക്കാനേ. അത് കഴിഞ്ഞപ്പോൾ സ്നാക്സ് കൊടുക്കണു. എന്തിട്ടാ നമുക്ക് കിട്ടിയ സാധനം കപ്പലൻ്റെ മിഠായും മേലുണ്ട്. നമ്മളത് കറുമുറു എന്ന് പറഞ്ഞ് തിന്ന് അത് തീർത്തു. അതുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോണ്ടാ അവർ തിരിഞ്ഞു ഉറങ്ങണം. മാഷിന്റെ ഒരു കഴിവേ. നമ്മളിവിടെ ഇരുന്ന് ഗെയിം കളിക്കാൻ മാഷോട്ട് ഇരുന്ന് ഫോൺ നോക്കാണ്. അതാണ് നമ്മുടെ മെയിൻ ഗെയിം. എന്തിൻ്റെ ഗെയിമെന്ന് അറിയില്ല നമുക്ക്. പക്ഷെ നമ്മളിങ്ങനെ അവിടെ ഇവിടെയും കുത്തുമ്പോൾ കുറേ കുത്തൊക്കെ വരും. അങ്ങനത്തെ ഒരു ഗെയിമാണിത്. ഗെയിമുകൾ കഴിഞ്ഞപ്പോണ്ടാ അവിടെ ഒരുത്തിനടുത്ത് 3 കളിക്കുന്നു. ചക്കൻ കുറേ ഇവിടെ നിന്ന് ഓളിട്ടുണ്ടായിരുന്നു. ഈ കാണാനാണ് നമ്മുടെ ആ ഓളിട്ടിരുന്ന മച്ചാൻ, അതിൽ മച്ചാൻ. പിന്നെ നമ്മുടെ മെയിൻ സമയം ഫുഡ് അടി. ഇതിനെ പ്രോട്ടീൻ മുട്ട പുണിയുണ്ട്, മുട്ട വറുത്തുണ്ട്. ഏതാ പ്രോട്ടീൻ ഫുഡ് അടി കഴിഞ്ഞ പഠിക്കും. മാഷ് വന്നിട്ട് ഒറ്റൊരു പറച്ചില്, മക്കളെ ഉച്ചയ്ക്ക് സ്കൂൾ കിട്ടുന്നു. സ്കൂളല്ലാട്ടാ കോളേജാണ്. അത് കേട്ട പതി കേൾക്കാത്ത പതി ഞങ്ങളെല്ലാരും ബാഗ് എടുത്ത് ചാടി ഇറങ്ങി. അത് കഴിഞ്ഞ് താത്തിക്ക് വന്നപ്പോണ്ട് നമ്മുടെ മാവേലി ആശി നമ്മോട് നിന്നിട്ട് കുറെ ദിവസമായിരുന്നു. ഏതാ അവനാ വരാത്ത. നമ്മുടെ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോണ്ട് പുറത്തോടെ SPC പിള്ളേർ നിൽക്കണു. കുറെ ചുവന്ന ഡ്രസ് ഇട്ട പിള്ളേരുണ്ട്. എന്താ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ സൈഡിൽ കൂടെ നൈസായിട്ട് വരിഞ്ഞു. അത് കഴിഞ്ഞപ്പോ റെനോന്റെ വണ്ടി ഡെനിനെ എടുത്ത് പിടിക്കണം. റെനോന്റെ മുഖത്ത് ചെറിയ പേടി ഇല്ലാതില്ല. ശരി, ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോയി എന്റെ വണ്ടി പ്ലക്കി വിടുമെന്നാണ് എന്റെ മനസ്സിൽ. ഇത്രയൊക്കെയുള്ള എന്റെ ഒരു ദിവസം കോളേജിൽ സംഭവിക്കണത്. അപ്പൊ ശരി, പിന്നെ കാണാം.